പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ സ്ട്രെസ്സിലാണോ അതോ വളരെ റിലാക്സ്ഡ് ആയിട്ടാണോ ഈ സമയമായിരിക്കുന്നത്? അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയേൽ 7:25, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 25. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരിയുടെ ജീവിതത്തിൽ പലപ്പോഴും സ്ട്രെസ് എങ്ങനെയാണ് വരുന്നറിയാമോ? ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ക്വാളിറ്റി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ മേലാത്ത ചില കാര്യങ്ങൾ കൂടിക്കിടക്കും. അതങ്ങ് പൈലപ്പ് ചെയ്യും. എന്നാൽ ഒരു മീനിങ് കോൺവെർസേഷൻ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരുമായി നടത്തി ദൈവം തന്നിരിക്കുന്ന സമയവും കരിയറും ജീവിതവും എൻജോയ് ചെയ്യുവാൻ കഴിയാതെ പോകാറുണ്ട്, അല്ലേ? നമ്മൾ ഒരു ആദി പിടിച്ച ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു വുമണായിട്ട്, ഒരു സ്ത്രീയായിട്ട്, ഒരു സഹോദരിയായിട്ട് ജീവിക്കുവാനല്ല ദൈവം കണ്ടിരിക്കുന്നത്. ബിസിനസ് എല്ലാവർക്കും വരും, ബിസി ലൈഫ് വരും. പക്ഷേ അതെല്ലാം ദൈവപാദവിടെ സമർപ്പിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഐ ആം ക്രിയേറ്റഡ് ഫോർ ജോയ്, പീസ് ആൻഡ് ഇറ്റേണൽ ഇമ്പാക്റ്റ്. അതിനുവേണ്ടി തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുകയാണെന്നുള്ള വിചാരം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറയട്ടെ. 21st സെഞ്ച്വറിയിൽ ഒത്തിരി കാര്യങ്ങളുടെ ചുറ്റും കിടന്ന് നമ്മൾ കറങ്ങേണ്ടി വരും. മൾട്ടി ടാസ്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലതൊക്കെ ഞാൻ മറന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന മൾട്ടി ടാസ്കിങ് കൊണ്ടാണെന്ന്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മൾ തന്നെ സ്ട്രെസ്ഡ് ഔട്ടായി പോവും, നമ്മൾ തന്നെ വോൺ ഔട്ടായി പോവും, നമ്മൾ ഓവർ കമ്മിറ്റഡായി പോവും. ചില സമയത്ത് നമ്മൾ അണ്ടർ സ്റ്റാഫ്ഡും ആയിരിക്കും, അല്ലേ? പ്രൈസ് ഗോഡ്. ഒരു സ്റ്റഡി അനുസരിച്ച് പറയുന്നത് ഇങ്ങനെ: 72% സഹോദരിമാരും അല്ലെങ്കിൽ സ്ത്രീകളും സ്ട്രെസ്സിനകത്ത് അടിമപ്പെട്ടു പോകുന്നവരാണ്. കാരണം മിക്കവർക്കും കുഞ്ഞുങ്ങളോ ഗ്രാൻഡ് ചിൽഡ്രനോ ഒക്കെ വീട്ടിൽ കാണും. അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടങ്ങളിൽ അത് 80% ഇൻക്രീസ് ചെയ്തിരിക്കുക. അപ്പോൾ സാധാരണയുള്ള ആ ജീവിതത്തെ കൂടാതെ പലവിധമായിട്ടുള്ള ചലഞ്ചസ് വരും. ആ ചലഞ്ചസിൽ നമ്മൾ കൂടുതൽ സമയം, കൂടുതൽ എനർജി, അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലേക്കും നാം കൊടുക്കേണ്ടി വരും. അങ്ങനെ സ്ട്രെസ്സ് പലവിധമായിട്ടുള്ള ചിന്തകളാലും കുഴച്ചിലുകളാലും പൈലപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ഇന്നൊരു വാക്യം വായിച്ചല്ലോ, പ്രൈസ് ഗോഡ്. വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുവാൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന പോരുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മനസ്സിലാക്കണം, നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ ജോലി എന്നാന്ന് വെച്ചാൽ, ഹി വോണ്ട്സ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് അവർ വൾനറബിലിറ്റീസ്. എന്നാൽ നമ്മുടെ ഒരു ആത്മീയ ശത്രുവാണ് കേട്ടോ, അല്ല നമുക്ക് ശത്രുക്കൾ ആരും ഇല്ല കേട്ടോ. എന്നാൽ നമ്മുടെ ആ സ്പിരിച്വൽ ശത്രുവിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നമ്മളെ തളർത്തിയിട്ട് ഓരോ ദിവസവും ക്ഷീണം കൊണ്ടുവന്നിട്ട് നമ്മളെ പ്രവർത്തന രഹിതരായി തീർക്കുക. എന്നാൽ
മനസ്സിലാക്കണം, നാം സ്ട്രെസ്സിനാൽ ഡിസ്ട്രാക്റ്റഡായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ അബണ്ടൻസ്, എന്തിൻ്റെ എല്ലാം അബണ്ടൻസ് നമുക്കുണ്ടായിരുന്നു, അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോകും. ഞാൻ പറയാം, സ്ട്രെസ്സ് നമ്മുടെ സന്തോഷത്തെ കൊണ്ടുപോകും, നമ്മുടെ സമാധാനത്തെ അതങ്ങ് ഡിസ്മാൻഡിൽ ചെയ്യും. ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വണ്ണം നമ്മളെ ഇരുട്ടിലാക്കും. സ്ട്രെസ്സിന് ഒരിക്കലും നമ്മുടെ നാളെ ചേഞ്ച് ചെയ്യാനുള്ള പവറില്ല. ഇന്നത്തെ ദിവസത്തെ മെസ്സപ്പ് ചെയ്യാനേ സ്ട്രെസ്സിന് കഴിയത്തുള്ളൂ. എന്നാൽ ശത്രു ഭയങ്കര സൂത്രം ഉപയോഗിക്കും. അവൻ സൂത്രശാലിയാണല്ലോ. അവൻ ഭോഷ്കിൻ്റെ അപ്പനുമല്ലേ. അവന് നമ്മെ ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ നല്ലവണ്ണം അറിയാം. സാധാരണ എളുപ്പത്തിലുള്ള കോംപ്രമൈസിലൊന്നും അവൻ നമ്മെ ടെംപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നല്ല ചില സംഗതികളൊക്കെ നമുക്ക് ഓഫർ ചെയ്യും. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഏദൻ തോട്ടത്തിൽ ഹൗവായിക്ക് അവന് പഴം ഓഫർ ചെയ്തു, അല്ലേ? അപ്പോൾ തൽക്കാലത്തേക്ക് നല്ലതെന്ന് തോന്നുന്ന ചിലതിനെ ഉപയോഗിച്ച് അവൻ നമ്മെ ദൈവത്തിൻ്റെ ആ ഇറ്റേണൽ ബെസ്റ്റ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉള്ളതില്ലേ, അതിൽ നിന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. ദൈവപൈതലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഞാനൊരു സഹോദരി ആയതുകൊണ്ട് ഹല്ലേലൂയ സഹോദരിമാരോട് തന്നെ സംസാരിക്കുന്നതായിട്ട് തീരട്ടെ. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തിരക്കിൽ കടന്ന് കുഴയുവാനല്ല, ആവശ്യത്തിന് സമാധാനം അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് അനേർക്ക് പ്രയോജനമുള്ളവരായി നാം തീരേണ്ടതിന്. ഞാൻ പറയട്ടെ, ഈ സ്ട്രെസ്സിനും നമ്മുടെ ക്ഷീണത്തിന് എക്സോഷനുമൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ആൻറ്റിഡോട്ടുണ്ട്. അതവൻ പ്രിസ്ക്രൈബ് ചെയ്ത്. അതെന്നാണെന്നറിയാമോ? ദ സീക്രട്ട് ഓഫ് എബൈഡിങ് ഇൻ ഹിം. അവനിൽ വസിക്കുക, എബൈഡ് ഇൻ ജീസസ്, എബൈഡ് ഇൻ ഹിസ് വേർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് എബൈഡിങ് ഇൻ ഹിം. എന്തിനാ? നമ്മുടെ ക്ഷീണത്തെ ഒന്ന് സൗഖ്യമാക്കി, നമ്മുടെ വിഷമിച്ചിരിക്കുന്ന കുഴഞ്ഞിരിക്കുന്ന പ്രാണനെ ആ തളർച്ചയിൽ നിന്നൊന്ന് ഇമ്പ്രൂവ് ചെയ്യുവാൻ. ഞാൻ പറയട്ടെ, ക്ഷീണത്തിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഒക്കെ സ്പിരിച്വൽ ഓപ്പോസിറ്റാണ് ദ സിംപ്ലിസിറ്റി ഓഫ് എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ബലം എപ്പോഴും നമ്മളിൽ വരുന്നത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്, അല്ലേ? എൻ്റെ ഭാവിച്ചാനാണെങ്കിൽ എപ്പോഴും എന്നോട് പറയും, താൻ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കിടക്ക്, 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ താനൊന്ന് കിടക്ക്. ഞാൻ പറയട്ടെ, അത് സ്ട്രെങ്ത് ഓൾവേസ് കംസ് ഫ്രോം റെസ്റ്റ്. അല്ലാണ്ട് ആവശ്യമില്ലാത്ത പെർപ്പച്വൽ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ല. എന്നാൽ ഈ റെസ്റ്റ് ക്രിസ്തുവിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ കുഞ്ഞ്, നിൻ്റെ പെർമനൻറ്റ് റെസിഡൻസ് യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ, ആ യേശു കർത്താവ് നമ്മുടെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിസ്പർ ചെയ്യാൻ നാം അവനെ അനുവദിക്കുവാണെങ്കിൽ, നമ്മുടെ ചെവിയിൽ അവൻ മന്ത്രിക്കുന്ന അവൻ്റെ ആ വണ്ടർഫുൾ പ്ലാൻ ഓരോ ദിവസത്തേക്കും ഓരോ മണിക്കൂറിലേക്കും ഉള്ളത് നമ്മുടെ ചെവിയിൽ നാം ഒന്ന് കേട്ടാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, മഹത്വമേറിയ ഫലങ്ങൾ വളരെ ഭംഗിയോടെ വളരെ രുചികരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും. കാരണം നമ്മുടെ ജീവിതം അപ്പോൾ വെൽ വാട്ടേർഡ് ലൈഫാകും. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പം ചെടി നനയ്ക്കാൻ പോയാലും ചെടിയുടെ മൂട്ടിലേക്കല്ല വെള്ളം ഒഴിക്കുന്നത്, ആ ഇലയിലേക്കാണ് ഒഴിക്കും. മൂട്ടിലേക്കാണ് ഒഴിക്കേണ്ടത് കേട്ടോ, മൂട്ടിലേക്ക് ഒഴിക്കുകയും ചെയ്യും. എന്നാൽ ചെടി നനയ്ക്കുമ്പോൾ ഈ ചെടിയുടെ ഇലയെല്ലാം ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നത് കാണാൻ എത്ര ഭംഗിയാണ്, അല്ലേ? ആ വെൽ വാട്ടേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കാണുന്നതിന് മുമ്പമാണ് അത് നമ്മുടെ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുമ്പോൾ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നല്ല ജീവജല നദികൾ ഒഴുകുന്നത്. ആ ഒരു വെൽ വാട്ടേർഡ് എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകട്ടെ. ബഹളം വെച്ചുള്ള, ആ ഒച്ച വെച്ചുള്ള, ആ ധൃതി പിടിച്ചുള്ള നമ്മുടെ ആ ജീവിതത്തിൽ നിന്ന് ചില ക്വയറ്റ് മൊമെൻറ്റ്സ് നാം എടുത്തിട്ട് പിതാവാകുന്ന ദൈവത്തിൻ്റെ ആ സ്റ്റിൽ വോയിസ് ഒന്ന് കേൾക്കുവാൻ തക്കോണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുമോ? കടലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
യേശു കർത്താവിൻ്റെ തോട്ടത്തിൽ കർത്താവെ നീ ഞങ്ങളെ നട്ടു, നീ ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി. നല്ല ഫലത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്ട്രെസ്സും ക്ഷീണവും എക്സോഷനും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നല്ല ഫലങ്ങളെ കായ്ക്കാത്തവരായി ഞങ്ങൾ ഒരിക്കലും തീരുവാനിടയാകരുതേ. പരിശുദ്ധാത്മാവാം നദിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്നിൽ ഞങ്ങളെ ബൈഡ് ചെയ്യുന്നു. ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.